അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. കേരളത്തിന്റെ ഇസ്ലാമിക സംസ്കാരത്തിന്റെ ആദ്യ പീഠങ്ങളിൽ ഒന്നാണ് പൊന്നാനി എന്ന് പറയുന്നത്. ഇന്ന് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കേരളത്തിന്റെ ഇസ്ലാമിക വിജ്ഞാന രംഗത്ത് സമാനതകളില്ലാത്ത സംഭാവന മഖ്ദൂമുമാർ ചെയ്തിട്ടുണ്ടല്ലോ. 14-ാം നൂറ്റാണ്ട് മുതൽ തന്നെ കേരളത്തിൽ സാമൂഹികവും സാംസ്കാരികവും ബൗദ്ധികവുമായ ഒരു അടിത്തറ പൊന്നാനിയിൽ നിലനിൽപ്പുണ്ടായിരുന്നു. ആ പൊന്നാനിയിൽ മഖ്ദൂമുമാർ സ്ഥാപിച്ച ഒരു പള്ളി ദറസ് ഉണ്ടായിരുന്നു. ആ പള്ളി ദറസിൽ കേരളത്തിലെ തന്നെ അറിയപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്നുണ്ട്. അവിടെ നിന്നും പഠിച്ചിറങ്ങിയ ധാരാളം വിദ്യാർത്ഥികൾ അവർ ഇന്ന് കേരളത്തിനകത്തും പുറത്തും പഠനാർത്ഥവും ദഅവത്തിന്റെ സാധ്യതകൾ തേടിയും അവർ സഞ്ചരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പൊന്നാനിയെ മലബാറിന്റെ അൽ അസ്ഹർ എന്നുകൂടി അറിയപ്പെടാറുണ്ട്. ഈ പൊന്നാനി കേരളത്തിന്റെ മത, സാമൂഹിക, സാംസ്കാരിക, സാഹിത്യ രംഗത്ത് വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. അതേ പൊന്നാനി തന്നെ ഇസ്ലാമിക സംസ്കാരത്തിന്റെ പാരമ്പര്യത്തിന്റെ ഒരു ഹൃദയ കേന്ദ്രമായി അറിയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പൊന്നാനിയെ മറ്റു ചിലർ മലബാറിന്റെ മദീന എന്നും വിളിക്കാറുണ്ട്. മഖ്ദൂമുമാർ ആ കാലഘട്ടത്ത് സ്ഥാപിച്ച അല്ലെങ്കിൽ നിലവിൽ കൊണ്ടുവന്ന ഒരു പാഠ്യ പദ്ധതി, ആ പദ്ധതി ഇന്നും കേരളത്തിലെ തന്നെ വ്യത്യസ്തമായ സ്ഥാപനങ്ങളിൽ നിറവേറ്റി പോരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് സമാനതകളില്ലാത്ത മുന്നേറ്റങ്ങൾ സമൂഹത്തിൽ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ വിദ്യാർത്ഥികൾ ദേശസ്നേഹപരമായും മതസൗഹാർദ്ദപരമായും വലിയ വലിയ നിലപാടുകൾക്ക് പറയാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഈ പൊന്നാനിക്ക് മാപ്പിള സാഹിത്യത്തിൽ വലിയ സംഭാവനകൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അറബി മലയാളത്തിലുള്ള ധാരാളം ഗ്രന്ഥങ്ങൾ, മൗലിദുകൾ, ഖസീദകൾ എന്നിവ അതിൽ രൂപീകരിക്കുന്നതിൽ വലിയ സ്വാധീനം ഈ പൊന്നാനി നിറവേറ്റിയിട്ടുണ്ട്. ഇസ്ലാമിന്റെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമെന്ന നിലയിൽ ആ പൊന്നാനി ഇന്നും ഒരു മതസൗഹാർദ്ദപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് ആ പൊന്നാനിയിൽ കാണാൻ സാധിക്കും. അവിടെ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും വേർതിരിവില്ലാതെ ഒരുമിച്ചു ജീവിക്കുന്ന ഒരു മനോഹരമായ ഇസ്ലാമിന്റെ ബഹുസ്വരത എന്ന് പറയുന്ന ഒരു ആശയത്തെ ഇന്നും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹം, ആ സമൂഹത്തെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. മാത്രമല്ല ആ പൊന്നാനിയുടെ പ്രാദേശികമായ പ്രത്യേകതകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, അവിടെ പഴയ ഒരു തുറമുഖം ഉണ്ടായിരുന്നു. ആ തുറമുഖത്തിന്റെ പ്രത്യേകത, അവിടെ അറേബ്യൻ നാട്ടിൽ നിന്നും ധാരാളം ആളുകൾ വ്യാപാരാർത്ഥം കേരളത്തിലേക്ക് എത്തിച്ചേരുന്നത് ഈ പറയുന്ന പഴയ തുറമുഖം വഴിയായിരുന്നു. അതുകൊണ്ട് തന്നെ അറേബ്യൻ നാടുകളിൽ നിന്നും കേരളത്തിലേക്ക് ഒരു വ്യാപാരപരമായ ബന്ധം ഇങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട്. പൊന്നാനി മതത്തിനു മാത്രമല്ല, ചുരുക്കത്തിൽ പറഞ്ഞാൽ സംഭാവന ചെയ്തിട്ടുള്ളത്. മതത്തിനും സമൂഹത്തിനും ബൗദ്ധികപരമായും ധാരാളം സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ആ മഖ്ദൂമുമാരുടെ സംഭാവനകളിൽ പെട്ടതല്ലേ കർമ്മശാസ്ത്രത്തിലുള്ള ഗ്രന്ഥങ്ങളും തസവ്വുഫിന്റെ ഗ്രന്ഥങ്ങളും, മാത്രമല്ല അറബി ഭാഷകളിൽ അതിൻ്റെ സാഹിത്യത്തിൽ വലിയ വലിയ ഗ്രന്ഥങ്ങൾ ഈ സമൂഹത്തിനും കേരളത്തിന് പുറത്തുള്ള സമൂഹത്തിനും നൽകാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽപ്പെട്ട ആ മഖ്ദൂമുമാരിൽപ്പെട്ട രണ്ടാമൻ മഖ്ദൂം രണ്ടാമനല്ലേ ഫത്ഹുൽ മുഈൻ ഈ കേരളത്തിന്
കേരളത്തിന്റെ പാരിസ്ഥിതിക പ്രാദേശിക പശ്ചാത്തലത്തിൽ നിർമ്മിക്കപ്പെട്ട മഹത്തായ ഗ്രന്ഥം ഫത്ഹുൽ മുഈൻ നമുക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് പൊന്നാനി വലിയ മഹത്വമുള്ള ഒരു പ്രദേശമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.